സ്വീകരിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചെങ്കിൽ മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ചെയ്യുന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു തആല മുത്തഖീങ്ങളിൽ നിന്ന് അഥവാ സൂക്ഷ്മതയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് ആരാധനകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കുക എന്നത് നമ്മുടെ കർമ്മങ്ങൾ ശരിയാകാനുള്ള അടിസ്ഥാനപരമായ കാരണമാണ്. അത് നന്നായി കിട്ടിയില്ല എങ്കിൽ, ഹൃദയം ശരിയായില്ല എങ്കിൽ, നാം ചെയ്യുന്ന ഇബാദത്തുകളുടെ ഉദ്ദേശശുദ്ധി ശരിയായില്ല എങ്കിൽ ചെയ്യുന്നതൊക്കെ വെറുതെയായി പോകും. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നീയത്താണല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടുന്നതും നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളുമെല്ലാം ആ ഒരു വിചാരത്തോടു കൂടിയാകണം ഉണ്ടാകേണ്ടത്. അല്ലാഹു തആല വിശുദ്ധ റമദാനിൽ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. കിതാബ് എല്ലാവർക്കും സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال من لم يدع قول الزور والعمل به والجهل فليس لله حاجة أن يدع طعامه وشرابه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ മോശപ്പെട്ട വാക്കുകളൊന്നും ഉപേക്ഷിക്കുന്നില്ല. കളവും ഗീബത്തും അഥവാ പരദൂഷണവും നമീമത്തും ഒക്കെ ഉണ്ട്. മോശമായ പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഒരു നോമ്പുകാരൻ, അവൻ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു, അവൻ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അള്ളാഹുവിന് അവൻ്റെ നോമ്പ് ആവശ്യമില്ല. അപ്പൊ നോമ്പ് അർത്ഥമുള്ളതാകണമെങ്കിൽ വയറ് വശന്നത് കൊണ്ടോ ദാഹിച്ചത് കൊണ്ടോ മാത്രം കാര്യമില്ല. ആന്തരികമായ നോമ്പ് കൂടി നമുക്കുണ്ട്. ആന്തരികമായ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുക്ക നോമ്പുകാരായിരിക്കണം, വയറ് മാത്രമാകരുത് നോമ്പുകാരൻ. ഒരു ഹദീസിൽ കാണാം, കമ്മിൻ സ്വാഇമിൻ ലൈസ മിൻ സൗമിഹി ഇല്ലൽ ജൂഉ വല്ലാത്തുശു. എത്രയോ നോമ്പുകാരുണ്ട്, അവർക്കാകെ ഉള്ളത് വിശപ്പും ദാഹവും മാത്രമാണ്, അവരുടെ നോമ്പ് കൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ നോമ്പെന്ന് പറഞ്ഞാൽ ശരീരം മുഴുക്കെ നോമ്പുകാരായിരിക്കണം. നമ്മുടെ കണ്ണിന് നോമ്പുണ്ടായിരിക്കണം, നാവിന് നോമ്പുണ്ടായിരിക്കണം, അവയവങ്ങൾക്ക് നോമ്പുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ നോമ്പുകൾ കൊണ്ട് കാര്യമുള്ളൂ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹിയയിൽ അസ്റാറുസ് സൗം എന്നൊരു ബാബ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നോമ്പിന്റെ ആന്തരികമായ ചില വിശദീകരണങ്ങൾ അവിടെ മഹാനവറുകൾ നൽകുന്നത് കാണാം. ഒന്ന്, കണ്ണ് സൂക്ഷിക്കണം, കണ്ണിന് നോമ്പുണ്ടാകണം. ആവശ്യമില്ലാത്ത സംഗതികളിലേക്കുള്ള നോട്ടം ഒഴിവാക്കും. നമ്മുടെ ഹൃദയത്തെ അള്ളാഹുവിൻ്റെ ചിന്തയിൽ നിന്നും മാറ്റുന്ന സംഗതികളിലേക്കുള്ള നോട്ടം ഒഴിവാക്കും. النظرة سهم مسموم من سهام إبليس لعنه الله في من تركها خوفا من الله.
അല്ലാഹു അസ്സ വജല്ല ഈമാനൻ നജിദു ഹലാവത്തുഹു ഫീ ഖൽബിഹി. അനാവശ്യ നോട്ടങ്ങൾ ഒരാൾ ഒഴിവാക്കിയാൽ ഈമാനിന്റെ മാധുര്യം, ഇബാദത്തുകൾക്കുള്ള മാധുര്യം അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മുടെ എല്ലാവരുടെയും കൈകളിലുള്ള മൊബൈൽ കൊണ്ട് നല്ലതിനും പറ്റും ചീത്തയ്ക്കും പറ്റും. ഇപ്പോൾ റമദാനാണ്, സമയം കൊണ്ട് ഓരോന്നിങ്ങനെ കണ്ട് ആവശ്യമില്ലാത്ത വീഡിയോകളും മറ്റുമൊക്കെ കാണുന്നു, ഹറാമായത് കാണുന്നു, കേൾക്കുന്നു. അതെല്ലാം നമ്മുടെ കണ്ണിൻ്റെ നോമ്പിൽ നിന്നും അകറ്റുന്നതാണ്, നോമ്പിൻ്റെ ആത്മീയമായ ഉന്മേഷത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്. ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇതുപോലെയുള്ള സദസ്സുകളിൽ നാം പങ്കെടുക്കുന്നത് മൊബൈൽ കൊണ്ടുള്ളൊരു നേട്ടമാണ്. കിതാബുകൾ നോക്കാൻ പറ്റുന്നു, അതൊക്കെയുണ്ട്. അതേസമയം ഒരു വലിയ ശതമാനം ദോഷവുമുണ്ട്. രണ്ടാമത്തെ നേട്ടം ഹിഫ്ദുൽ ലിസാൻ, നോമ്പുകാരൻ നാവിനെ സൂക്ഷിക്കുവാനിൽ, വൽ കദിബി വൽ ഗീബത്തി വൽ നമീമത്തി, കളവും നമീമത്തും അതുപോലെ പരദൂഷണവും എല്ലാം നോമ്പുകാരൻ ഉപേക്ഷിക്കണം. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അൽ ഗീബത്തു തുഫ്സിദു സൗമ, പരദൂഷണം നോമ്പിനെ ഇല്ലാതാക്കും. ഒന്നെങ്കിൽ നോമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നോമ്പിന്റെ പ്രതിഫലത്തെ അതില്ലാതാക്കും. എന്താണ് പരദൂഷണം എന്ന് പറഞ്ഞാൽ? മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അയാളെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ ആംഗ്യം കാണിച്ചാലും മതി, നാവുകൊണ്ട് വരണമെന്നില്ല. സംസാരിക്കുകയോ ആംഗ്യം കാണിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുക, മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത സംഗതികൾ പറയുക എന്നതാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അത് വലിയൊരു കുറ്റമാണ്. നമുക്കിടയിൽ വ്യാപകമായി അറിയാതെയും അറിഞ്ഞുകൊണ്ടും നാം ചെയ്യുന്ന ഒരു തെറ്റാണിത്. നമ്മൾ രണ്ടാൾ കൂടിയാൽ പിന്നെ മൂന്നാമനെ സംബന്ധിച്ചായിരിക്കും ചർച്ച, അവൻ്റെ ന്യൂനതകളെ സംബന്ധിച്ചായിരിക്കും ചർച്ച. അവസാനം നമ്മുടെ അമലുകളെല്ലാം വെള്ളത്തിലാകുന്ന അവസ്ഥയാകും. പരദൂഷണം പറയുന്ന ആളുകളെ പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് ആരെക്കുറിച്ചാണോ നാം പരദൂഷണം പറയുന്നത് അവരിലേക്ക് നന്മകളെല്ലാം അല്ലാഹു തആല കൊടുക്കും. നമ്മൾ നിസ്കരിച്ചതും നോമ്പെടുത്തതും സൽക്കർമ്മങ്ങൾ ചെയ്തതും എല്ലാം നാം ആരെക്കുറിച്ചാണോ പരദൂഷണം പറഞ്ഞത് അവർക്ക് നൽകും. എന്നിട്ട് അവരുടെ തിന്മകളെല്ലാം അവസാനം നമുക്ക് നൽകും. അവസാനം സംഭവിക്കുന്നത് നമ്മൾ നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥ സംജാതമാകും. മഅദല്ലാഹ്. വളരെ ഗൗരവപൂർവം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും റമദാൻ മാസം ആകുമ്പോൾ അതിൽ കൂടുതൽ ജാഗ്രത കാണിക്കും. നോമ്പാണ്, അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഗീബത്ത് ഹറാമാകുന്നത് റമദാനിൽ മാത്രമല്ല, എല്ലാ സമയത്തും ഇത് ബാധകമാണ്. റമദാനിൽ കുറച്ചുകൂടി തെറ്റിൽ നിന്ന് മാറാൻ വേണ്ടിയുള്ള ഒരു സൂക്ഷ്മതയാണ്. എല്ലാ സമയത്തും അത് തെറ്റ് തന്നെയാണ്. എന്നാൽ ആളിനെ വ്യക്തമാക്കാതെ ഒരാൾ അല്ലെങ്കിൽ ചില ആളുകൾ എന്ന രൂപത്തിൽ പറഞ്ഞാൽ അവിടെ ഗീബത്ത് വരുന്നില്ല, ആളിനെ മനസ്സിലാകാൻ പാടില്ല. നമ്മൾ ഒരാളെ കുറിച്ച് പരദൂഷണം പറഞ്ഞു, അയാളത് അറിഞ്ഞിട്ടില്ല, എന്നാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടുക എന്നത് അതിൻ്റെ ഒരു പ്രായച്ചിത്തമാണ്. ഇനി അവരറിഞ്ഞാൽ അവരോട് ചെന്ന് ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, മാപ്പാക്കണം എന്ന് പറയണം. നാം ഒരാളെ കുറിച്ച് പറഞ്ഞത് അവരറിഞ്ഞില്ല എങ്കിൽ പിന്നെ അവരെ അറിയിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കുക എന്നാണ്. ഇതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും ഗീബത്ത് പറയുന്ന ആൾക്കാരെ കുറിച്ച് പരദൂഷണം പറയണം, എന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറഞ്ഞാൽ മതി എന്നല്ല പറഞ്ഞതിൻ്റെ താല്പര്യം. പറഞ്ഞു പോയാൽ അങ്ങനെ ഒരു പരിഹാരം ഉണ്ട്, അത് ചെയ്യണം എന്നാണ്. എന്നാൽ ചില സമയങ്ങളിൽ പരദൂഷണം അനുവദനീയമാകും. കരുതി എല്ലാ സമയത്തും നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ട് ന്യായീകരിച്ച് അനുവദനീയാക്കരുത്. കാരണം ഒരാളുടെ പേര്, ആ പേര് വിളിച്ചറിയത്തില്ല, അയാൾക്ക് വേറൊരു പേരുണ്ട്.
ഇരട്ടപ്പേരെന്നൊക്കെ പറയും. അത് വിളിച്ചാലേ അയാളെ കുറിച്ച് അറിയാൻ പറ്റും. പിന്നെ ആളെന്ന് ചോദിക്കണമെങ്കിൽ ഈ പേര് വിളിച്ചാലേ അറിയും. അങ്ങനെയാണെങ്കിൽ ആ പേര് വിളിക്കാം. അതുപോലെ ഒരാളെ കൊണ്ട് വലിയ നാശമാണ് സമൂഹത്തിൽ. ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലേക്ക് പോകുന്നു. മുജാഹിദുകാരന് ജമാഅത്ത് ഇസ്ലാമിയോ അങ്ങനെ ഏത് കള്ളത്തുരിക്കത്ത് പോലെ എന്തെങ്കിലും പിഴച്ച ആശയമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പിഴച്ച ആശയങ്ങൾ നമുക്ക് സമൂഹത്തോട് പറയേണ്ടി വരും. ആളുകളെ ഈ വ്യക്തിയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി. ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, എന്നാലും അത് പറയൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഒരു സമൂഹം മുഴുക്കെ പിഴച്ചു പോകും. അദ്ദേഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാണ് ഗീബത്ത്. അപ്പൊ അത് ദീനിയായ മസ്ലഹത്ത് അവിടെ ഉണ്ട്. അതുപോലെ ഒരാൾ വിവാഹാലോചന നടത്തുകയാണ്. ഈ പെണ്ണെങ്ങനുണ്ട്, അല്ലെങ്കിൽ ഈ കുടുംബം എങ്ങനെയുണ്ട്, ഈ പയ്യൻ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കുന്നു. അപ്പൊ അവിടെയും പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാകും. ആള് കള്ളുകുടിയനാണെങ്കിൽ അവിടെ മറച്ചു വെച്ചിട്ട് ഇത് ഗീബത്തായി പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് നല്ല മനുഷ്യനാന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർ അപകടത്തില്ല. അതുകൊണ്ട് കള്ളുകുടിയനാണ് എന്നവരോട് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ അത്തരം ചില സാഹചര്യങ്ങളും അവസ്ഥകളിലും ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സാഹചര്യങ്ങളിലും പരദൂഷണം പറയൽ അത് കുറ്റകരമാണ്. അത് ആലിമീങ്ങളെയും സാലിഹീങ്ങളെയും ഔലിയാക്കളെയും സംബന്ധിച്ചാകുമ്പോൾ അത് പിന്നെ വൻദോഷത്തിലും ഉൾപ്പെടും. അതുകൊണ്ട് നോമ്പ് ഉള്ള സമയത്തും അല്ലാത്ത സമയത്തും ഇത്തരം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഗീബത്ത് പറഞ്ഞ 2 സ്ത്രീകളെ കൊണ്ടുവന്നു. അവർ റമദാൻ മാസമാണ്. എന്നിട്ട് അവരോട് ഛർദ്ദിക്കാൻ പറഞ്ഞു. അപ്പൊ അതിൽ മാംസക്കട്ടയും അതുപോലെ രക്തവുമായിരുന്നു കണ്ടത്. അപ്പോൾ തങ്ങൾ അവരോട് പറഞ്ഞു, ഹാത്താനി നിങ്ങൾ നോമ്പനുഷ്ഠിച്ചത് അള്ളാഹു ഹലാലാക്കിയത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ നോമ്പ് മുറിച്ചത് അള്ളാഹു തആല ഹറാമാക്കിയ മറ്റുള്ളവരുടെ പരദൂഷണം പറഞ്ഞിട്ടാണ് എന്ന് ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഈ ഹദീസ് ഒരുപാട് വിശദീകരിക്കാനുണ്ട്, സമയം നമുക്ക് ചുരുക്കമാണ്. മൂന്നാമത്തെ മറ്റൊരു കാര്യം ആവശ്യമില്ലാത്ത സംഗതികൾ കേൾക്കുക, ദീനിൽ അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ കേൾക്കുക. നാലാമത്തത് കഫു ബഖിയത്തിൽ ജവാരിഹി അനിൽ ആസാമി മിനൽ യദി വൽരിജ്ലി അനിൽ മകാരിഹ്. അതുപോലെ നമ്മുടെ കൈകാലുകളെ ഹറാമുകളിൽ നിന്നും ശ്രദ്ധിക്കുക. അതുപോലെ വയറിനെ ഹറാമിൽ നിന്നും ശ്രദ്ധിക്കുക. അപ്പൊ ഈ അവയവങ്ങളെല്ലാം നോമ്പുകാരായെങ്കിൽ മാത്രമേ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കും. അല്ലെങ്കിൽ നോമ്പുണ്ടെന്ന് പറയാം, നോമ്പ് പിന്നെ നമുക്ക് ഖളാ കിട്ടുകയും വേണ്ട, നോമ്പ് പിടിച്ചു എന്ന് പറയാം. പക്ഷെ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ അതിന് ആത്മാവുള്ള നോമ്പാകണം. അള്ളാഹു തആല നമ്മുടെ നോമ്പുകളെയൊക്കെ ആ രൂപത്തിൽ പരിശീലിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال إذا أصبح أحدكم يوما صائما فلا يرفث ولا يجهل فإن امرؤ شاتمه أو قاتله فليقل إني صائم إني صائم. സമാനമായ മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരാൾ നോമ്പുകാരനായാൽ അനാവശ്യങ്ങൾ പറയരുത്, സംസാരിക്കരുത്, ചെയ്യരുത്. നിങ്ങൾ ഒരാൾ ചീത്ത വിളിച്ചാൽ, ആക്രമിച്ചാൽ അവനോട് ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം. അതുകൊണ്ട് ഞാനൊന്നും പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ തെറ്റിൽ നിന്ന് മാറണം എന്നറിയിക്കുന്ന രൂപത്തിൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം. ഹദീസ് 15. നമുക്ക് 40 ഹദീസാണ് തീർക്കേണ്ടത്. 5 ദിവസം കൊണ്ട് വെള്ളിയാഴ്ച ക്ലാസ് തീർക്കേണ്ടതാണ്. 15ാമത്തെ ഹദീസ് ആകുന്നതേ ഉള്ളൂ. عن عبد الله بن أبي أوفى رضي الله عنه قال كنا مع رسول الله صلى الله عليه وسلم في سفر في شهر رمضان فلما غابت الشمس قال يا فلان فاجدح لنا
قال يا رسول الله إن عليك نهارا قال انزل فاجدح لهنا قال فنزل فجدح فأعطاه به فشرب النبي صلى الله عليه وسلم. അബ്ദുല്ലാഹുബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു യാത്രയിലായിരുന്നു വിശുദ്ധ റമദാൻ മാസത്തിൽ. അങ്ങനെ സൂര്യൻ അസ്തമിച്ച സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരിക. ഫജ്ദഹ്ല എന്ന് പറഞ്ഞാൽ ഗോതമ്പോ അത് കുഴച്ചിട്ട് അതിൻ്റെ മാവ് കുഴച്ച്, അല്ലെങ്കിൽ ബാർലി അതിൻ്റെ മാവ് കുഴച്ച് അതിൽ വെള്ളവും പാലും ഒക്കെ ഒഴിക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ്. അത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന അലൈക നഹാറൻ, നബിയെ സൂര്യൻ അസ്തമിച്ചില്ലല്ലോ, പകല് തന്നെയാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, ഇൻസിൽ ഫജ്ദഹ് ലനാ, നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരൂ എന്ന് വീണ്ടും ആവർത്തിച്ചു. ഞാൻ 2 പ്രാവശ്യം ആവർത്തിച്ചു. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് ആ ഭക്ഷണം കൊണ്ടു കൊടുത്തു. ഫശരിബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചു. ثم قال بيده إذا غابت الشمس منها هنا وجاء الليل منها هنا فقد أفطر الصائم. എന്നിട്ട് അവിടുന്ന് വിശദീകരിച്ചു, സൂര്യൻ ഇതുപോലെ അസ്തമിച്ചാൽ അവിടുത്തെ കൈകൾ ചൂണ്ടിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കുന്നു പറഞ്ഞു, ഈ രൂപത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നോമ്പ് മുറിക്കണം എന്ന് വിശദീകരിച്ചു. ഈ ഹദീസിൽ മഗ്‌രിബിന്റെ സമയമായാൽ നോമ്പ് മുറിക്കണം എന്നതിനുള്ള രേഖയാണ്. അതുപോലെ തന്നെ സംശയം ഉള്ളത്, ഈ ഒരു സഹാബിക്ക് സംശയമാണ്. കാര്യം ചെറിയൊരു പ്രകാശം കാണുന്നുണ്ട്, നല്ല ഇരുട്ട് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊരു സംശയം ഉന്നയിച്ചു, നബിയെ മഗ്‌രിബിന്റെ സമയം ആയോ എന്നൊരു സംശയം അവിടെ ഉന്നയിക്കുകയാണ്. അപ്പോ സാലിഹ്യങ്ങളാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ഉന്നയിക്കാം. നമുക്ക് ആ വിഷയത്തിൽ സംശയം തീർന്നില്ല, വ്യക്തത വന്നില്ല എങ്കിൽ അത് ഉന്നയിക്കാം എന്നതിന് ഈ ഹദീസ് രേഖയാണ്. അതുപോലെ തന്നെ ഈ സഹാബിയുടെ മനസ്സിൽ പ്രകാശം കാണുന്നുണ്ട്, അതുകൊണ്ട് സമയം ആയിട്ടില്ല എന്നൊരു ചിന്താഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നതാണ് ദീൻ. അപ്പൊ നമ്മുടെ യുക്തിക്ക് ഇസ്ലാമിൽ പ്രസക്തിയില്ല. ചില ആളുകളൊക്കെ എന്താണ് അങ്ങനെ വന്നത്, ഈ നിയമം എന്താണ് ഇങ്ങനെ ആയത് എന്ന് നമ്മളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കും. ഇസ്ലാമിൽ ബുദ്ധിക്ക് പ്രസക്തിയില്ല. ഹദീസിൽ വന്നതും ഖുർആനിൽ വന്നതും നമ്മുടെ ബുദ്ധിക്ക് ചേരുന്നില്ല, മനസ്സിലാകുന്നില്ല, നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനെ അവഗണിക്കാൻ പറ്റില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് കണ്ണും പൂട്ടി അനുസരിക്കും. അവിടുന്ന് പറഞ്ഞു അത് ചെയ്യുക. അതിന്റെ ന്യായവും അന്യായവും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അതിന് ശാസ്ത്രീയമായ വശങ്ങൾ ഉണ്ടാകാം, അത് രണ്ടാമത്തെ സംഗതിയാണ്. നമ്മളൊരു കർമ്മം ചെയ്യേണ്ടത് അതിനകത്ത് എന്തെങ്കിലും ആരോഗ്യപരമായ നേട്ടങ്ങളുണ്ടോ എന്ന് ചിന്തിച്ചിട്ടില്ല. ചില ആളുകൾ നോമ്പ് പിടിക്കും, അതിന്റെ ആരോഗ്യപരമായ നേട്ടങ്ങൾ ആലോചിച്ചിട്ട് നോമ്പ് പിടിക്കും. അങ്ങനല്ലൊരു വിശ്വാസി. അത് നബിസ്വലാസമതങ്ങളും അള്ളാഹുവും കൽപ്പിച്ചു, അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നു. അതിൽ പിന്നെ ചിലപ്പോൾ അനുബന്ധമായ ശാസ്ത്രീയമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം, അത് രണ്ടാമത്തെ വിഷയം. അതല്ല നമ്മുടെ മാനദണ്ഡം. അതുപോലെ മറ്റൊരു വിഷയം, യാത്രക്കാരന് നോമ്പ് അനുവദനീയമാണ്. അവർക്ക് നോമ്പ് മുറിക്കുകയും ചെയ്യാം, നോമ്പ് എടുക്കുകയും ചെയ്യാമെന്നാണല്ലോ മസ്അല. അപ്പം ഈ ഹദീസ് കൊണ്ട് യാത്രക്കാരായ ആളുകൾക്ക് നോമ്പ് എടുക്കാം എന്നതിലേക്കുമുള്ള ഒരു തെളിവാണ്. عن أبي الدرداء رضي الله عنه قال خرجنا مع النبي صلى الله عليه وسلم في بعض أسفاره في يوم حار حتى يضع الرجل يده على رأسه من شدة الحر وما فينا صائم إلا ما كان من النبي صلى الله عليه وسلم وبن رواحة. അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. നല്ല ചൂടുള്ള ഒരു ദിവസമാണ്, ശക്തമായ ചൂട്. അതുപോലത്തെ ഒരു സമയം. ഈ ചൂട് കൂടിയിട്ട് ഹത്താ യളഅ റജുലു യദഹു അലാ റഅസി, ആളുകളൊക്കെ അവരുടെ കൈയെടുത്ത് ഇങ്ങനെ തലയിൽ വെക്കുന്നു. ശക്തമായ ചൂട്. വമാ ഫീനാ സ്വായിമുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും നോമ്പില്ല. റമളാൻ മാസത്തിലെ വിഷയമാണ് പറയുന്നത്.
ഇല്ലാമാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു റവാഹ, നോമ്പുള്ള രണ്ടുപേർ, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ്, ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു എന്നവരുമാണ്. ഇത് ദീർഘദൂര യാത്രയാണ്. അങ്ങനെ പോകുന്നവർക്ക് നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണ് എന്നതിനുള്ള ഒരു രേഖയാണ് ഈ ഹദീസ്. ഓരോ ഹദീസിൽ നിന്നാണ് നമ്മൾ ഉലമാക്കൾ ഓരോ തെളിവുകൾ അവർ കണ്ടെത്തുന്നത്. അല്ല സ്വന്തമായിട്ടൊരു പദമുണ്ടാക്കിയതല്ല. ഹദീസിൽ വെച്ച് ഈ ഹദീസിന്റെ സാഹചര്യവും മറ്റൊക്കെ പഠിച്ചിട്ടാണ് ഓരോ മസലകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മദ്ഹബിൽ കാണാം, യാത്രക്കാരായ ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. വയജൂസുൽ ഫിത്റു ലിമർദിൻ മുളിദ്ദിൻ വസഫറിൻ തവീലിൻ മുബാഹിൻ, അനുവദനീയമായ ദീർഘദൂര യാത്ര, ഏകദേശം 32 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്യുകയാണ് ഒരാൾ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ യാത്രയിൽ നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണ്. എന്നാൽ നോമ്പ് പിടിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയ ആണെന്ന് പറഞ്ഞിങ്ങനെ ഒരു നിബന്ധനയുണ്ട്. യാത്ര സുബഹിക്ക് മുമ്പായിരിക്കണം. സുബഹിക്ക് ശേഷമുള്ള യാത്രയ്ക്ക് ഈ ആനുകൂല്യമില്ല. യാത്ര സുബഹിക്ക് മുമ്പ് തുടങ്ങണം. എന്നാൽ ആ യാത്ര വലിയ യാത്രയാണെങ്കിൽ അതിൽ നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. അതുപോലെ നല്ല രോഗമുള്ള ഒരാളാണ്, അവർക്ക് നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണ്. സാധാരണ മറ്റു വിഷയങ്ങൾക്ക് നമുക്ക് പിന്നീട് പറയാം. عن جابر بن عبد الله رضي الله عنه أن رسول الله صلى الله عليه وسلم خرج عام الفتح إلى مكة في رمضان فصام حتى بلغ قراء الغميم فصام الناس ثم دعا بقدح من ماء فرفعه حتى نظر الناس إليه ثم شرب فقيل له بعد ذلك إن بعض الناس قد صام فقال أولئك اللصاة أولئك اللصاة. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമുൽ ഫത്ഹിൽ അവിടുന്ന് മക്കയിലേക്ക്, അത് യാത്രയിൽ നോമ്പ് ഖളാ ആയി കഴിഞ്ഞാൽ അത് ഖളാ കിട്ടണം, അത് നിർബന്ധമാണ്. ആ നിയമം എല്ലായിടത്തും മാത്രമല്ല, രോഗിയാണെങ്കിൽ നോമ്പ് അവർക്ക് ആ സമയത്ത് പിടിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നീട് അത് ഖളാ കിട്ടണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. അത് റമളാൻ മാസത്തിലാണ്, നോമ്പുണ്ട്. അങ്ങനെ ഹത്താ ബല ഖുറാ അൽ ഗമീം, അവിടുന്ന് ഖുറാ അൽ ഗമീം എന്ന സ്ഥലത്ത് എത്തി നബിയും സഹാബികളും. ഫസാമന്നാസു, എല്ലാവർക്കും നോമ്പുണ്ട്. അങ്ങനെ അവിടുന്ന് ഒരു പൂജയിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഒരു സഹാബി വെള്ളം കൊണ്ട് കൊടുത്തു. അങ്ങനെ അപ്പൊ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കുകയാണ്, എന്തു പറ്റി, റമളാൻ മാസമാണല്ലോ. അപ്പൊ അവിടുന്ന് ആ വെള്ളം ഇങ്ങനെ കുടിച്ചു നബിസ്വലങ്ങൾ. ഫഖീലഹു ബഅദ ദാലിക ഇന്ന ബഅദ അന്നാസി ഖദ് സാം ഫഖാല ഉലൈക ലുസാത്ത്. അപ്പോ നബിസ്വലം തങ്ങൾ ശറഅ് പഠിപ്പിക്കുന്ന ആളാണല്ലോ. അപ്പൊ അതുകൊണ്ട് നോമ്പ് യാത്രക്കാരന് നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്, വലിയ ക്ഷീണം വരുമ്പോൾ അത് അനുവദനീയമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ കാണിച്ചത്. ഈ ഹദീസിൽ നിന്നുള്ള മസല എന്താണ്? ആ യാത്രക്കാരന് നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. നേരത്തെ പറഞ്ഞ സുബഹിക്ക് മുമ്പുള്ള യാത്ര ആയിരിക്കണം. അപ്പോൾ അവിടുന്ന് വെള്ളം വാങ്ങിച്ച് കുടിച്ചു. ഇത് കണ്ട സ്വഹാബികൾ കുറെ ആളുകൾ നോമ്പ് മുറിച്ചു. എന്നാൽ ചില സ്വഹാബികൾ നോമ്പ് മുറിക്കാതെ ഇങ്ങനെ നിന്നു. ഉലൈക്കൽ ഉസാത്ത്. അപ്പൊ അവിടുന്ന് പറഞ്ഞു, അവർ തെറ്റ് ചെയ്തവരാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നീതിയോട് അവർ സഹകരണമില്ലാത്ത ആളുകളാണ്. വിശ്വാസം തങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുക എന്നുള്ളതാണ്. അവിടെ പിന്നെ നമ്മൾ വേറൊന്നും ചിന്തിക്കാൻ പാടില്ല. അവിടുന്ന് വെള്ളം കുടിച്ച് മറ്റുള്ളവർ കുടിച്ചപ്പോൾ നല്ല ക്ഷീണമുള്ള സമയപ്പോൾ അവരും അതിനോട് സഹകരിക്കേണ്ടതായിരുന്നു. അവർ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ നിന്നു. അതുകൊണ്ടാണ് അവിടുന്ന് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. عن أنس بن مالك رضي الله عنه قال كنا نسافر مع النبي صلى الله عليه وسلم فلم يعب صائم على المفطر ولا المفطر على الصائم. സമാനമായ മറ്റൊരു ഹദീസ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം
യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് നോമ്പുള്ള ആളുകൾ നോമ്പില്ലാത്തവരെ ആക്ഷേപിച്ചതൊന്നുമില്ല. കാര്യം ചില ആളുകൾക്ക് കൂട്ടത്തിൽ നോമ്പില്ലാത്തവരുണ്ട്, ചില ആളുകൾക്ക് നോമ്പുണ്ട്. ആരും അങ്ങോട്ടും കൊണ്ട് പരസ്പരം ആക്ഷേപിച്ചില്ല. വലൽ മുഫ്തിറു അല സ്വാഇം, നോമ്പില്ലാത്തവർ നോമ്പുള്ളവരോട് നിങ്ങൾ അതിന് നോമ്പ് പിടിച്ചു യാത്രയില്ലേ എന്ന് പറഞ്ഞില്ല. അപ്പൊ അനുവദനീയമാണ്, യാത്രയിൽ നോമ്പ് പിടിക്കലും അനുവദനീയമാണ്, നോമ്പ് മുറിക്കലും അനുവദനീയമാണ്. ഇടയ്ക്ക് ഒന്ന് കയറിയ ആളുകൾ ശ്രദ്ധിക്കണം. നമ്മൾ തന്നെ മസല പറഞ്ഞു, സുബൈക്ക് മുമ്പേ ഉള്ള യാത്രയിലാണ്, അതുപോലെ തന്നെ ദീർഘദൂര യാത്രയിലാണ് ഈ അനുവാദമുള്ളത്. അത് തന്നെ അപ്പോഴും നോമ്പ് എടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത. ഇസ്ലാമിൽ ചില വിഷയങ്ങൾക്ക് ഇളവുകളുണ്ട്. യാത്ര, നമ്മൾ ദൂരെ യാത്ര പോകുമ്പോൾ നിസ്കാരം നമുക്ക് ജമ്മു കസുറാക്കല്ല, അത് ഇളവാണ്. അപ്പൊ ഇളവുകളെ എടുക്കുക എന്നുള്ളതും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ചില സമയങ്ങളിൽ നമുക്ക് ഒളു ചെയ്യാൻ പ്രയാസമാകുമ്പോൾ തയമ്മും ചെയ്യണം എന്നാണല്ലോ മസല. അപ്പൊ അവിടെ തയമ്മും ചെയ്യണം, ആ ഇളവ് സ്വീകരിക്കുക. ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യുഹിബ്ബു അൻ തുഅ്താ റുഖ്സഹു കമാ യുക്റഹു അൻ തുത്റക അസായിമുഹു. ഒരാൾ നല്ല സൂക്ഷ്മതയെ ഉപേക്ഷിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതുപോലെ, സൂക്ഷ്മതയെ ഉപേക്ഷിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതുപോലെ തന്നെ ഇളവുകളെ ഒഴിവാക്കുന്നതും, ഇളവുകളെ എടുക്കൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ അള്ളാഹു നൽകിയ ഇളവുകൾ, നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ 132 കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് ജമ്മു കസുറാക്കാം, ആ ഇളവ് സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ അവിടെ ഇനി ഒരാൾ 4 റക്അത്ത് തന്നെ നിസ്കരിച്ച്, എന്തിനാ വെറുതെ നമ്മൾ ചുരുക്കി നിസ്കരിക്കുന്നത്, അടുത്ത് പള്ളിയില്ലേ എന്ന് കരുതി ആൾ 4 റക്അത്ത് നിസ്കരിച്ചാലും അതിന് പ്രത്യേക ശ്രേഷ്ഠതയൊന്നുമില്ല. അവിടെ അള്ളാഹു നൽകിയ ഇളവിനെ പരിഗണിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. അതുപോലെ ഉളുവും തയമ്മും, ഒരാൾക്ക് ഉളു ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്, അപ്പൊ തയമ്മും ചെയ്യുക എന്നതാണ് പരിഗണിക്കേണ്ടത്. അവിടെ ഒരാൾ ഉളു എടുത്തിട്ട് അത് പ്രത്യേക ശ്രേഷ്ഠതയൊന്നുമില്ല. അപ്പൊ എല്ലാ ഇളവുകളും, അള്ളാഹു നൽകിയ ഇളവുകളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുന്ന അടിസ്ഥാനത്തിൽ ഈ ഇളവുകളൊക്കെ അത്തരം സാഹചര്യങ്ങളിൽ നാം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇളവുകൾ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ മസലയിൽ വരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളല്ല, അതിനെ സംബന്ധിച്ചല്ല ഇവിടെ പറഞ്ഞത്. കാരണം ഒരു മസലയിൽ ചിലപ്പോൾ 2 അഭിപ്രായങ്ങൾ കാണും. ഷാഫി മദ്ഹബിലൊരു അഭിപ്രായം, ഹനഫി മദ്ഹബിൽ വേറൊരു അഭിപ്രായം. ഉദാഹരണം, തല തടവുന്ന വിഷയത്തിൽ ഷാഫി മദ്ഹബിൽ കുറച്ച് തടവിയാൽ മതി, മാലിക്കി മദ്ഹബിൽ തല പൂർണ്ണമായും തടവണം. അപ്പൊ അവിടെ ഏറ്റവും നല്ലത് സുന്നത്ത് ചെയ്ത് തന്നെയാണ്, പൂർണ്ണമായും തല തടവുക എന്ന് തന്നെയാണ്. അവിടെ ഈ പറഞ്ഞ ഇളവ് ബാധകമല്ല. ഇളവ് പറഞ്ഞത് ചെറവ്, പ്രത്യേകമായ ഇളവ് പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ടല്ല. അത് മസലയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലുള്ള ഏറ്റവും സിമ്പിളായ സംഗതി, ഏറ്റവും എളുപ്പമുള്ളത് എടുത്ത് അമൽ ചെയ്തിട്ട് ഈ ഹദീസ് അതിന് രേഖയാക്കാൻ പറ്റില്ല. ഈ പറഞ്ഞത് അള്ളാഹു പ്രത്യേകമായി നമുക്ക് നൽകിയ ചില ഇളവുകളുണ്ട്, ചില സംഗതികൾക്ക്. ആ ഇളവുകൾ എടുക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ്. عن أنس بن مالك رضي الله عنه كان النبي صلى الله عليه وسلم يفطر على رطبات قبل أن يصلي فإن لم تكن رطبات فعلى تمرات فإن لم تكن حسوات من ماء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് മുറിച്ചിരുന്നത് കാരക്ക ഉണ്ടായിരുന്നു, പച്ച ഒരു കാരക്ക ഉണ്ടായിരുന്നു. ആ കാരക്ക ഇല്ലെങ്കിൽ കാരയ്ക്ക് കൊണ്ടായിരുന്നു അവിടുന്ന് നോമ്പ് മുറിച്ചിരുന്നത്. അതുമില്ല എങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് മുറിച്ചിരുന്നത്. നമ്മുടെ ഫിഖിന്റെ കിതാബുകളിലൊക്കെ കാണാം, നോമ്പ് മുറിക്കുമ്പോൾ ഏറ്റവും അഫ്ളല് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കലാണ്. അതില്ലെങ്കിൽ അതിനുശേഷമാണ് വെള്ളത്തിന്റെ സ്ഥാനം. അത് തന്നെ 3 പ്രാവശ്യം ആക്കുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താണ്. ക്ലാസ് കഴിയാനുള്ള സമയത കൊണ്ട് വിഷയങ്ങൾ ചുരുക്കുകയാണ്. അൻ സഹീൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു ഫിത്ർ. ആളുകളൊക്കെ നന്മയിലായിരിക്കും അവർ നോമ്പ് മുറിക്കുന്ന സമയമായാൽ ഉടനെ നോമ്പ് മുറിക്കുന്ന കാലത്തോളം.
അപ്പൊ അത് പ്രത്യേക സുന്നത്താണ്. ബാങ്ക് വിളിച്ച് സമയമായെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു സമയം കൂടി കൃത്യമാക്കി വെക്കണം നമ്മളെ വാച്ചിൽ. അത് ചിലപ്പോൾ മോദീന് അബദ്ധപ്പറ്റാനും സാധ്യതയുണ്ട്. ചില പള്ളിയിലെ മോദീന് 5 മിനിറ്റ് നേരത്തെ ബാങ്ക് വിളിച്ച് പള്ളിയെ മാത്രം ആശ്രയിച്ചിരുന്നാൽ നമ്മളെ നോമ്പ് ബാത്തിലായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമയം നോക്കിയത് ഉറപ്പായോ എന്ന് നോക്കിയിട്ട് സമയമായാൽ ഉടനെ പിന്നെ വൈകിപ്പിക്കാതെ നോമ്പ് മുറിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. അല്ലാഹു തആല നമ്മൾ ഇവിടെ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സാലിഹായ കർമ്മമായി അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു കാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم ارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولأحبابنا ولمن دعا العالمين. اللهم اجعل هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الدين والمظالم من النار. അർഹമ റഹീമായ റഹ്മാനെ, ഞങ്ങളുടെ ഈ ഇൽമിന്റെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വായിച്ചും കേട്ടും നിങ്ങൾ ഇവിടെ ചെലവഴിച്ച സമയം നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ റമദാൻ ഞങ്ങൾക്ക് മഗ്ഫിറത്തും നിന്റെ റഹ്മത്തും നൽകുന്ന മാസമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റും, എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകളുണ്ട്, അവരുടെ കബറിടങ്ങൾ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, റമദാനിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിലുള്ള ന്യൂനതകളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണം റഹ്മാനെ. ഈ റമദാൻ ഞങ്ങളുടെ ആത്മീയമായ ശുദ്ധീകരണത്തിലുള്ള മാസമാക്കണേ റഹ്മാനെ. ഓരോ വർഷം കഴിയുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ എന്നിലേക്ക് അടുക്കാനുമുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ.